സിദറത്തുൽ മുൻതഹ എന്ന ഈ 5 വയസ്സുകാരിയുടെ പിതാവ് ഷംസു കുറേ കാലം ഗൾഫിലായിരുന്നു. കോവിഡൊക്കെ വന്നപ്പോൾ അദ്ദേഹം നാട്ടിലേക്ക് വന്ന് ഈ മുണ്ടക്കയിൽ റിസോർട്ടൊക്കെ നടത്തി ജീവിക്കുകയായിരുന്നു. പ്രളയത്തിൽ പക്ഷേ അതെല്ലാം നഷ്ടപ്പെട്ടു. അവരുടെ ബന്ധു സാബിക്ക് ഇപ്പോൾ എന്നോടൊപ്പം ഉണ്ട്. സാബിക്ക് എന്താണ് സംഭവിച്ചത്? അവിടെ ഒരു രാത്രി നമ്മളൊരു 9 മണി ആ സമയത്തൊക്കെ അവർ വിളിച്ചിരുന്നു, അങ്ങനെ എന്താണ് വിവരം എന്നറിയാൻ വേണ്ടിയിട്ട്. കാരണം തലേ ദിവസം അങ്ങനെ ഒരു മണ്ണിടിച്ചിൽ ചെറുതായിട്ടുണ്ടെന്നും വെള്ളൊലിപ്പ് വീടിൻ്റെ പുറകിൽ കൂടുതലുണ്ടെന്നും പറഞ്ഞിട്ടാണ് വിളിച്ചത്. അപ്പോൾ അവർ സേഫാണെന്ന് പറഞ്ഞാൽ മേലുള്ള ഒരു വീട്ടിൽ നിന്ന് അവർ വാടക കൊടുത്തുകൊണ്ടിരിക്കുന്ന ക്വാർട്ടേഴ്സിലേക്ക് അവർ വന്ന് താമസം മാറ്റിയിട്ടുണ്ട്, അവിടെ സേഫാണെന്നാണ് പറഞ്ഞത്. രാത്രി 1 മണിക്ക് ഒരു 1:30 ആ സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. എൻ്റെ പെങ്ങളുടെ ഭർത്താവിൻ്റെ ഏട്ടൻ്റെ മോന് ഹാനി എന്ന് പേരുള്ള അവന് കുട്ടീനെ കൊണ്ട് പുറത്തേക്ക് വന്നതാണ്. അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിലായിരുന്നു അന്നേരത്തുണ്ടായിരുന്നു. വെള്ളം ശബ്ദമൊക്കെ കേട്ടിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു എന്നാണ് മോന് പറഞ്ഞത്. ഈ 2 കുട്ടികളെ നമുക്ക് ജീവനോടെ ക്യാമ്പിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ആ പ്രദേശത്ത് ഇപ്പോൾ അവർ താമസിച്ചുകൊണ്ടിരിക്കുന്ന ബിൽഡിംഗ് ഇപ്പം അവിടെ ഇല്ല. അതിൻ്റെ മുകളിലേക്കുള്ളൊരു റിസോർട്ടാണ് അവരുള്ളത്. റിസോർട്ടിൻ്റെ പേരെന്തായാലും മൗണ്ട് ഫോറസ്റ്റ് എന്ന് പറഞ്ഞ റിസോർട്ടാണ്. ഈ കുഞ്ഞിനെ എവിടെ നിന്നാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? കുഞ്ഞിനെ താഴ്ന്ന മണ്ണിൻ്റെ ഇടയിൽ നിന്നാണ് കിട്ടിയതെന്ന് പറഞ്ഞിട്ടുള്ളൂ. മുണ്ടക്കായാണോ ചുരൽമലയാണോന്ന് അറിയില്ല. മണ്ണിൻ്റെ ഇതിൽ നിന്നാണ് കിട്ടിയ. കുട്ടീനെ റെസ്ക്യൂ ചെയ്തതിന് ശേഷം ചെവിയിൽ മഡ് ഉണ്ടായിരുന്നു. അത് ക്ലീൻ ചെയ്തിട്ടും കയ്യും ഒക്കെ ഒന്ന് ഫിസിക്കൊക്കെ നോക്കിയിട്ടാണ് ഡോക്ടേഴ്സ് ക്യാമ്പിൽ നിന്ന് സെൻറ്റ് ജോസഫ് മേപ്പാടി UP സ്കൂളിൽ നിന്ന് വിട്ടത്. മറ്റു കുടുംബാംഗങ്ങൾ എത്ര പേരെ നഷ്ടമായി? കുടുംബാംഗങ്ങൾ ഒന്ന് ഇപ്പോൾ ഈ കുട്ടീൻ്റെ ഉപ്പ നമുക്ക് ഇന്നലെ ഇവിടെ കബറടക്കം നടത്തി. അവരുടെ ഏട്ടൻ്റെ മകളെയും ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവരുടെ മകൾ ഇപ്പോൾ നമുക്ക് കിട്ടിയ കുട്ടിയുടെ നേരെ ജ്യേഷ്ഠത്തി ഷംഹ എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടി, അവളെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇന്നലെ ഐഡൻറ്റിഫൈ ചെയ്ത്. അവരുടെ ഏട്ടൻ്റെ മകളൊരു കുട്ടി ഇവിടെ കൊണ്ടുവന്ന് മറവ് ചെയ്യുകയാണ് ചെയ്തത് പള്ളിയിൽ. 2 കുടുംബമാണ് അവിടെ മെയിനായിട്ട് ഉണ്ടായിരുന്നത്. ഒന്ന് ഷംസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കിട്ടിയ കുട്ടിയുടെ ഉപ്പയും ഉപ്പാൻ്റെ ജ്യേഷ്ഠനും അവരുടെ കുടുംബമാണ്. അപ്പോൾ ഈ ജ്യേഷ്ഠൻ്റെ ഭാര്യ, അതേപോലെ തന്നെ ചെറിയൊരു മോന് 11 വയസ്സുള്ളൊരു മോന്, 9-11 വയസ്സാണ് വയസ്സുള്ളൊരു മോന്, അവരൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ഇവരുടെ ഉപ്പ ഉമ്മ ഇവരൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. നിങ്ങളാണ് അവരുടെ സംരക്ഷണമില്ല. കുട്ടിയുടെ ഉമ്മാൻ്റെ ഉപ്പയാണ് ഇവിടെ ഉള്ളത്, ഇപ്പോൾ ഈ വീട്ടിലത്തെ ഗ്രഹനാഥൻ. അപ്പോൾ അവരും നമ്മൾ അപ്പന്മാരും മൂത്തപ്പന്മാർ എല്ലാവരും ഉണ്ട്. മാതാപിതാക്കളുടെ വേർപാട് ഈ കുഞ്ഞ് അറിഞ്ഞിട്ടില്ല. ബന്ധുക്കളുടെ സംരക്ഷണയിലാണ് ഇപ്പോൾ സിദ്റത്തുൽ മുൻതഹ. ക്യാമറാമാൻ ശരത്തമ്പാട്ടുകാവനും ബിനീഷ് പറവൂരിനൊപ്പം ബിജു പങ്കജ്, മാതൃഭൂമി ന്യൂസ്.